ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കടുവണ്ണനെ കുറിച്ചാണ്. കടുവണ്ണൻ ഈ സിനിമയിൽ ഒരു കരാട്ടക്കാരനാണ്. കടുവണ്ണൻ അവിടെ ട്രെയിനിങ് ചെയ്യുമ്പോൾ അവിടെ വെച്ചൊരു പെണ്ണിനെ കാണും. വന്നിട്ട് ആ പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് കടുവണ്ണൻ ഒരു സ്റ്റൺസ് ചെയ്യും നെഞ്ചക്ക് വെച്ചിട്ട്. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. കടുവണ്ണന്റെ നടുപേജ് പോയാലും കടുവണ്ണന്റെ ചാടിയിട്ടുള്ള കിക്കിന് ഒരു കുറവില്ല കേട്ടോ. മൂപ്പര് വീട്ടിൽ പോയിട്ട് ചാടിയിട്ടുള്ള കിക്ക് പ്രാക്ടീസ് ചെയ്യും. അവനതില്ലാണ്ട് പറ്റില്ല. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. പിന്നെ ഈ സിനിമയിൽ കുറച്ച് വില്ലന്മാരുണ്ട്. അവർക്കൊരു ഫാക്ടറി ഉണ്ട്. അവർക്ക് ആ ഫാക്ടറിയുടെ അവിടെ ഒരു പാലം പണിയണം. ആ പാലം പണിയണമെങ്കിൽ നമ്മുടെ കടുവണ്ണന്റെ വീടിന്റെ അവിടെയുള്ള ഒരു മരം ഉണ്ട്, അത് മുറിക്കണം. പക്ഷെ കടുവണ്ണന്റെ അമ്മ അത് മുറിക്കാനായിട്ട് സമ്മതിക്കില്ല. എന്നിട്ട് ഈ വില്ലന്മാരെല്ലാവരും കൂടിയിട്ട് ആ മരം മുറിക്കാൻ വേണ്ടിയിട്ട് WWE ഒരു മരം വെട്ടുകാരനെ അങ്ങ് അറേഞ്ച് ചെയ്തു. എന്നിട്ട് മരം മുറിക്കാനായിട്ട് പോകുമ്പോൾ അത് കടുവണ്ണൻ കാണും. തെങ്ങ് നടന്നു വരുന്നു. പിന്നെ ആ മസിലണ്ണൻ ആ മരം വെട്ടണ വിഷയം വെച്ചിട്ട് മരത്തിന് നമ്മുടെ കടുവണ്ണിന് മുറിക്കാൻ പോകുമ്പോൾ ഒരു ഇടിവെട്ട് അടിച്ചിട്ട് നമ്മുടെ കടുവണ്ണിന് ഒരു സൂപ്പർ പവർ കിട്ടും. പിന്നെ നമ്മുടെ ആ മസിലണ്ണൻ പറന്നിട്ട് ഒരു വേസ്റ്റ് കുഴിയിൽ വീഴും. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. എന്തിലോ വീഴും, മധുരമില്ലാത്ത പായസം പോലെ. പിന്നെ നമ്മുടെ മസിലണ്ണൻ വേസ്റ്റ് കുഴിയിൽ വീണിട്ട് മൂപ്പർക്ക് ഒരു സൂപ്പർ പവർ കിട്ടും. ആദ്യമായിട്ടാണ് വേസ്റ്റ് കുഴിയിൽ വീണിട്ട് ഒരു സൂപ്പർ പവർ കിട്ടണ ഒരു സൂപ്പർ ഹീറോനെ കാണണേ. ഇതേപോലെ സൂപ്പർ പവർ നമ്മുടെ കടുവണ്ണനും കിട്ടും. കടുവണ്ണൻ എന്നിട്ട് ആ സൂപ്പർ പവറും വെച്ച് സ്കൂളിൽ പോയിട്ട് അത് കാട്ടി പിള്ളേരെ വെറുപ്പിക്കും. ചലച്ചിത്ര ഗാന ലോകത്തിന് വേണ്ടി നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവനെയൊക്കെ കൊന്നുകളഞ്ഞേക്ക്. പിന്നെ കടുവണ്ണന്റെ അമ്മ കടുവണ്ണന് സൂപ്പർ പവർ കിട്ടിയ കാര്യം അറിയുമ്പോ കടുവണ്ണന് മാറാമ്പല തൂക്കാനായിട്ടുള്ള പണിയൊക്കെ കൊടുക്കും വീട്ടില്. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാം. ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ബെസ്റ്റ് അയക്ക പറ്റിയ പണി അതാ. പിന്നെ നമ്മുടെ കടുവണ്ണന് ഒരു ഹോബി ഉണ്ട് ഗൈസ്. മൂത്രം ഒഴിക്കാനായിട്ട് പോവാണെങ്കിൽ വരെ മൂപ്പര് തലകുത്തി മറിഞ്ഞ പോവുള്ളൂ. സാധാരണ പുരുഷൻ നോർമലി നടക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയി കരുതി നടക്കുമോ? പിന്നെ ആ ഗുണ്ടകള് നൈറ്റ് നമ്മുടെ കടുവണ്ണനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോവും. അപ്പൊ കടുവണ്ണൻ നടന്നു വരായിരിക്കും. എന്നിട്ട് അവനെ പൊക്കും. അപ്പൊ നമ്മുടെ കടുവണ്ണൻ സൂപ്പർ പവർ യൂസ് ചെയ്യും. ഡാൻസ് കളിച്ച് വെറുപ്പിക്കും. പിന്നെ നമ്മുടെ കടുവണ്ണൻ അവിടുന്ന് ഓടി രക്ഷപ്പെടും. പിന്നെ നമ്മുടെ കടുവണ്ണന്റെ അമ്മ കടുവണ്ണന് വേണ്ടി ഒരു സൂപ്പർ ഹീറോ സൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആ സൂട്ടൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് നമ്മുടെ കടുവണ്ണൻ രാത്രി നാട്ടുകാരെ രക്ഷിക്കാനായിട്ട് പോവും. എന്നിട്ട് നമ്മുടെ കടുവണ്ണൻ റോഡിന്റെ നടുക്ക് നിന്നിട്ട് തലയും കുത്തി മറിഞ്ഞ് കളിക്കും. മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ, തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. നിങ്ങപ്പ ചോദിക്കും കടുവണ്ണൻ എന്തിനാ വെറുതെ തലയും കുത്തി പറഞ്ഞ് കളിക്കണേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. പിന്നെ കടുവണ്ണന്റെ വെറുപ്പിക്കല് സഹിക്കാൻ പറ്റാണ്ട് അവിടുത്തെ പേപ്പട്ടികൾ നമ്മുടെ കടുവണ്ണനെ കടിച്ചു കയറാനായിട്ട് ഓടി വരും. പിന്നെ നമ്മുടെ കടുവണ്ണൻ അവിടെ നിന്ന് മുങ്ങും. പിന്നെ വേറെ സ്ഥലത്ത് എത്തുമ്പോ അവിടെ ഒരു കൊച്ചു കിടന്ന് കരയണ കാണും. അപ്പൊ ആ കൊച്ചിനെ വേറെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ കടുവണ്ണൻ അവിടെയുള്ള ആളെ ഇടിച്ചു കൂട്ടും. പക്ഷെ അയാൾ ആ കൊച്ചിന്റെ തന്തയാണ്. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. പിന്നെ നമ്മുടെ കടുവണ്ണന്റെ പഞ്ചായത്തിലുള്ള ഒരു എയർപോർട്ടില് കുറച്ച് തീവ്രവാദികൾ അറ്റാക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ കടുവണ്ണൻ രക്ഷിക്കാനായിട്ട് വരും. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ കടുവണ്ണൻ എയർപോർട്ടിൽ പോയിട്ട് അവന്മാരെയൊക്കെ ഇടിച്ചു കൂട്ടും. അല്ല, ഈ സീൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ല. ആ എക്സ്മാനിലെ സീനല്ലേ ഇത്? മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കടുവണ്ണൻ ക്രഷായിട്ട് കുറച്ചു നേരം ചില്ലയും. അല്ല, ഇവിടെ എന്നിട്ട് കാണിക്കണത് ക്യൂട്ട്നെസ് ആണോ? ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ സ്ഥലത്തേക്ക് നമ്മുടെ മലഭൂതം വരും. മലഭൂതം വന്നിട്ട് വൻ സീനോ. വന്നിട്ട് കടുവണ്ണൻ ഒറ്റ ഇടി ഇടിക്കുമ്പോ മൂപ്പര് തെറിച്ച് കിടക്കും അവിടെ.
സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. പിന്നെ ഒരു തല്ലുകൂടി അവസാനം ഗോതമ്പ് പാടത്തിൽ മാൻ ഓഫ് സ്റ്റീലിലെ ഫൈറ്റ് സീൻ പോലെ ഒരു കാട്ടി കൂട്ടും. അല്ല കടുവണ്ണൻ ഇടിക്കുന്നൊന്നും മറ്റവന് കൊള്ളല്ലേ. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. പിന്നെ നമ്മുടെ കടുവണ്ണൻ ഒറ്റ ഇടിക്കും. അപ്പൊ നമ്മുടെ മലബോധം സ്പേസിലേക്ക് പോവും. എന്നിട്ട് സ്പേസിൽ വെച്ചിട്ട് നമ്മുടെ കടുവണ്ണനെ അയാളെ കൊല്ലും. അങ്ങനെ പടം കഴിഞ്ഞു.